നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കൊരിന്ത് ലേഖനത്തിൽ പല സ്ഥലത്ത് നോ ഈ നോട്ട്, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ അറിയുന്നില്ലയോ. നമ്മൾ എന്തായോ അതറിഞ്ഞാലേ ആ മഹത്വത്തിൽ ജീവിക്കാനൊക്കെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചായിരുന്നു, അസമോണോ എന്നൊരു വ്യക്തി മുഖേന ആഫ്രിക്കയിൽ ഒരു ദേശത്തിൻ്റെ ഗോത്രത്തിൻ്റെ രാജാവായിരുന്നയാൾ ഏതോ മന്ത്രവാദമൊക്കെ നിമിത്തം തന്നെ ഒരു ഭ്രാന്തനാക്കി എച്ചിൽ കൂനയിൽ കൈയിട്ട് വാരുന്നവനായി മാറി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അസമോണോ എന്ന വിദ്യാഭ്യാസമില്ലാത്ത, ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ബൈബിൾ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട പയ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വഴിയെ പോകുകയും രാജാവാകേണ്ടിയിരുന്നയാൾ ഭ്രാന്തനായി നടക്കുന്ന ആളുടെ മേൽ തൻ്റെ അകത്ത് പ്രേരണയുണ്ടായിട്ട് അറിയാതെ കൈവെക്കുകയും ആ ഭ്രാന്തൻ്റെ ദുരാത്മാവ് ഇളകി അദ്ദേഹം വിടുതലായി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് അസമോണോ തീരുമാനിക്കണം ഇയാൾ പിന്നെയും രാജാവാകണമൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു. എന്നാൽ ഒരു രാജാവാകേണ്ടയാൾ ഭ്രാന്ത് പിടിച്ചിട്ട് താൻ ആരാന്നറിയാതെ എച്ചിൽ കൂനയിൽ കൈയിടുകയാണ്. താൻ രാജാവാണ്, തൻ്റെ പദവി രാജാവാണ്, താൻ ശ്രേഷ്ഠനാണ്, താൻ വാഴേണ്ടവനാണ്, താൻ ആരെ വാഴണമോ അവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ്. അപ്പം പുതിയ നിയമത്തിൽ ഉടനീളം നമ്മൾ വായിച്ചാൽ അറിയുക എന്നുള്ള, അവരൊക്കെ പറഞ്ഞ അറിയുക. സ്തോത്രം. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ്, ശക്തി പ്രാപിക്കുക, അധികാരം തിരിച്ചറിയുക. അവരൊക്കെ പറഞ്ഞു നമ്മൾ ദിനംതോറും ശക്തിയാൽ നിറഞ്ഞുകൊണ്ടിരിക്കണം, സബ്സിക്വൻ്റ് നിറവുണ്ടാകണം. പക്ഷേ ദൈവം നമുക്ക് തന്ന അധികാരം ഇനിയും പ്രാപിക്കണ്ട, അധികാരം പകരണമേ എന്നൊക്കെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ ഞാൻ മോശമാക്കി പറയല്ല, നല്ലൊരു പാട്ടാണ്. അധികാരം ഇനി പകരത്തില്ല, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ട്. ഒരു വീട്ടിൽ പിറന്നൊരു മകനോ മകളോ എന്നെ മകനാക്കണമെന്ന് ഇനി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പനോട് ചെന്ന് അച്ചായൻ ചാവുമ്പോൾ വസ്തുവല്ലേ എനിക്ക് തന്നെ തരണമെന്നൊരു മോൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അറിയണം, ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായുടെ എൻ്റെ ആത്മീയ ജീവിതത്തെ ആകെ മാറ്റിയത്, എൻ്റെ ശുശ്രൂഷയെ ആകെ മാറ്റിയത് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലെ പൗലോസിൻ്റെ പ്രാർത്ഥനകൾ വായിച്ചപ്പോഴാണ്. അവിടെ എല്ലാം നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എന്താണ്? സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇന്നതെന്നും വിളിയാലുള്ള ആശ ഇന്നതെന്നും നിങ്ങൾ ഒന്നും പ്രാപിക്കാനല്ല പ്രാർത്ഥിക്കുന്ന, പിന്നെ അറിയണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അറിയാത്ത അവകാശം കൊണ്ട് ഒരു ഗുണവുമില്ല, വിളിച്ചു പറഞ്ഞാട്ട്. അറിയാത്ത അധികാരം കൊണ്ടൊരു ഗുണവുമില്ല. TN ശേഷൻ എന്ന് പറയുന്ന ഒരു പാലക്കാട്ടുകാരൻ താന് ഇന്ത്യയെ മുഴുവൻ വിറപ്പിച്ചു. ആരായിട്ടിരുന്നുകൊണ്ട്? ഇലക്ഷൻ കമ്മീഷണറായിരുന്നുകൊണ്ട്. അന്നത്തെ പാർട്ടികളെല്ലാം വിറച്ചു. ഇങ്ങേർക്ക് എവിടുന്ന് കിട്ടിയ അധികാരമെന്ന് ചോദിച്ചപ്പോൾ, കാരണം അതിനു മുമ്പുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാത്ത വലിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. കർണാടകയിൽ ആരോ ഒരു പാർട്ടിക്കാരും അതിൽ എഴുതി വെച്ചപ്പോൾ പാർട്ടിക്ക് ലെറ്റർ വന്നു, ആ മനുഷ്യൻ്റെ മതിലേൽ നിങ്ങളുടെ പാർട്ടിയുടെ പേരെഴുതാനൊക്കത്തില്ല, നമ്മുടെയൊക്കെ മതിലേൽ എഴുതത്തില്ല. അതോടെ എഴുത്ത് നിന്നു. ഒരൊറ്റ, അതിനു മുമ്പും ഇലക്ഷൻ കമ്മീഷണർമാരുടെ ആരും പറയാൻ ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ ശേഷൻ്റെ അധികാരം ഒന്ന് കുറയ്ക്കാൻ 2-3 പേരെ കൂടെ സൈഡിൽ ഇരുത്തേണ്ടി വന്നു. പിടികിട്ടിയോ? ശേഷൻ എങ്ങനെ അധികാരം പിടികിട്ടി? പുസ്തകം വായിച്ചു. ഉറക്കെ പറ. അടുത്തിരിക്കുന്ന ആളുടെ മുമ്പിൽ ഈ പുസ്തകം ഒന്ന് ആട്ടി കാണിച്ചിട്ട് പറയണം, ഇത് വായിക്കണമെന്ന്. ഇത് ഞായറാഴ്ച ഗ്രന്ഥമല്ല, നിങ്ങൾ ആരാന്ന് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാട്ട്. നിങ്ങളുടെ അധികാരം ഇതിനകത്തുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ നടക്കുന്നതിനകത്തുണ്ട്. അതെന്ത് ചെയ്യണം? വായിക്കണം. എന്ത് ചെയ്യണം? വായിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഗുണമാണ്. നമ്മുടെ കൈക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കാലിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? ഒരു കൊച്ചു കുഞ്ഞ് വയറ്റിൽ നിന്ന് വരുമ്പോൾ അതിന് കൈയുണ്ട്, കാലുണ്ട്. പക്ഷേ ആ കാല് കൊണ്ട് അതിന് നടക്കാൻ അറിയാമോ?
കൈകൊണ്ട് ചെയ്യാൻ അറിയാമോ? അത് പതുക്കെ അതിൻ്റെ അവയവങ്ങൾ എന്തിനാണെന്നറിയുന്ന പോലെ. അതാണ് വളർച്ച. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അല്ല, നമ്മുടെ സ്പിരിറ്റ് മനുഷ്യൻ ഇനി വളരുമെന്ന് എനിക്കറിയില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പൂർണ്ണനായ ക്രിസ്തുവാണ് ആത്മാവിൽ വന്നത്. പക്ഷെ നിന്റെ അറിവിൻ്റെ മനുഷ്യൻ വളർന്ന് 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 യേശുവിനെ പോലെയാകണം. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ ഞാൻ പപ്പാ പറയാറുള്ളൊരു കാര്യം നിങ്ങളോട് ഓർപ്പിച്ചൊന്നുകൂടെ പറയുകയാണ്. ഏത് കാര്യത്തെ ആത്മീയമായി കാണുന്ന ഒരു മനുഷ്യനായിരുന്നു നൈനാച്ചായൻ. ഏത് കാര്യത്തെ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്ന പപ്പാ പറയും, അത് സാത്താൻ കുത്തി അളക്കുന്ന, നമുക്ക് അവരോട് തന്നെ പോരാടാൻ പോകും. അത് അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് ശാസിച്ചാൽ മതി, അവർ നേരെ വന്നോളും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് ശത്രുക്കളില്ല, കാണാവുന്ന ശത്രുക്കൾ നിങ്ങൾക്കില്ല. നിങ്ങളിൽ ഒരുത്തനും മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ന്യൂയോർക്കിലുള്ള ഒരു സഭക്കാരോട് ഒരു പ്രശ്നവുമില്ല. കൊരിന്ത് സഭയ്ക്ക് കൊരിന്ത് സഭയിലുള്ളവരുടെ എന്തുള്ളൂ. അപ്പം നമ്മളെ ഓരോ സ്ഥാനത്ത് കർത്താവ് ആക്കി വെച്ചിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ, ആമേൻ, സ്തോത്രം. അപ്പം നമ്മൾ ഒന്നിച്ചിടപഴകുന്നവർ തമ്മിൽ പ്രോബ്ലം വരാം. അപ്പം അന്ന് കൊരിന്ത് സഭയിലുള്ളവരെന്ത് ചെയ്തു? സഹവിശ്വാസികൾ തമ്മിലുള്ള വിഷയത്തിന് കോടതി കയറി. നമുക്കെതിരെ പലരും കേസുകൾ ചെയ്തു. ഈ ഗ്രൗണ്ടിൽ പോലീസ് കയറി. പക്ഷെ നമ്മൾ ഒരിക്കലും ആർക്കുമെതിരെ പോയില്ല. നമ്മുടെ മുട്ടയിൽ നമ്മൾ ഇരുന്നതേ ഉള്ളൂ. എല്ലാവരും മുട്ടയെ തൊട്ട് അത് നമുക്ക് തുടരാം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പം അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? ഒരുത്തന് കോടതി കേസിന് പോയി. അപ്പോൾ രണ്ട് കാര്യം ചോദിക്കണം. നിങ്ങൾ അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുന്ന ജഡ്ജിയാ? കയ്യെ പിടിച്ച് പറ, ഏത് ജഡ്ജിയുടെ അടുക്കലാണ് നിങ്ങൾ പോകാൻ പോകുന്നതെന്ന് ചോദിച്ചു. ദൈവമക്കൾ തമ്മിലുള്ളൊരു കാര്യത്തിൽ, ലോകത്തിലെ കാര്യത്തിലല്ല. നിങ്ങളുടെ ഓഫീസിലെ ചില കാര്യത്തിന് നിങ്ങൾ പോലീസുകാരാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഡയോസിസ് പാസ്റ്റർ, അദ്ദേഹം ഒരു നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഒരു പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൂടെയാണ്. അദ്ദേഹത്തിന് പല ദിവസങ്ങളിലും കോർട്ടിൽ പോയി പല കാര്യങ്ങൾ പറയണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന പല നാട്ടിലെ പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കോടതിയുടെ സഹായം തേടേണ്ടി വന്നു. നമുക്ക് ചർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ കോടതിയുടെ സഹായമാണെങ്കിൽ തേടിയതിന് ഒരു തെറ്റും ഇല്ല. പൗലൂസ് കൈസറെ അഭയം ചൊല്ലിയില്ലേ? ഇല്ലേ? അതൊന്നും തെറ്റല്ല. പക്ഷേ നമ്മൾ തമ്മിൽ ഗ്രഡ്ജ് വെച്ചോണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്ത് ചെയ്യാണ്? അവർ തമ്മിൽ പോയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കും. അറിയുന്നില്ലയോ? സ്വയം ഒന്നോർത്ത്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് കണ്ണടച്ചു പിടിച്ച്. ഞാനൊരു ദിവസം യേശുക്രിസ്തുവിൻ്റെ കൂടെ ലോകത്തെ ന്യായം വിധിക്കുന്നൊരു ജഡ്ജിയായിട്ടിരിക്കും. തന്നെ പൗലൂസ് രസത്തിന് കണ്ണടച്ചു പിടിച്ച് സ്വയം ഒന്ന് ശോധന ചെയ്ത്, ഡു ഐ ബിലീവ്? നമുക്കിപ്പോഴെങ്കിലും കർത്താവിനോട് പറയാം, കർത്താവെ ഞാനത് വിശ്വസിക്കുന്നു എന്ന് കരവുയർത്തി സ്വോത്രം. അതിനടുത്തടുത്ത് പറയാണ്, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന്. വീണുപോയ ദൂതന്മാരെ കേട്ടോ. പിശാചുക്കൾക്കെല്ലാം ദൈവമക്കളെ പേടി. അവർ കൂടോത്രം ചെയ്ത്, ഇവർ കൂടോത്രത്തിന് പവറുണ്ട്. നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. നീ ആരാണെന്ന് നീ അറിഞ്ഞാൽ കരമടിച്ചു കർത്താവിനെ. അവന് ഇടം കൊടുക്കരുത്, അവനുള്ള വഴി തുറന്നു കൊടുക്കരുത്. ഒരു കൂടോത്രം ഒരു ദൈവത്തിനെ ഏക്കത്തില്ല. ലോകത്തിലെ മുഴുവൻ മന്ത്രവാദികളും കൂടെ സകല ദുരാത്മാക്കളെയും നിനക്കെതിരെ വിട്ടാലും നിന്റെ മുടിയെ പോലും തൊടത്തില്ല.